ശ്രീജേഷിന്റെ സംസ്കാര ചടങ്ങുകൾ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ശ്രീജേഷിന്റെ മൃതദേഹം വൈകുന്നേരത്തോടെയാണ് സഹോദരിയുടെ വീട്ടിലേക്ക് എത്തിയത്. സഹോദരിയുടെ വീട്ടിൽ പൊതുദർശനത്തിന് ശേഷം പിന്നീട് ശ്രീജേഷിന്റെ സ്വന്തം വീട് ഇരിക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടുവരികയായിരുന്നു. അത് കുറച്ച് അധികം ദൂരമുണ്ട്. ഇടവ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇവിടെ രാവിലെ മുതൽ ആളുകൾ ശ്രീജേഷിനെ അവസാനമായി ഒരു നോക്ക് കാണാനായി കാത്തു നിൽക്കുന്നു. ശ്രീജേഷിന്റെ മൃതദേഹം അല്പം മുമ്പാണ് ഇവിടേക്ക് എത്തിച്ചത്. ഇവിടേക്ക് എത്തിച്ച് ഇവിടുത്തെ പൊതുദർശനവും പൂർത്തീകരിച്ച് സംസ്കാര ചടങ്ങുകളിലേക്ക് കടക്കുകയാണ്. അധികം നേരം ഈ മൃതദേഹം ഇവിടെ വെച്ചിരിക്കാൻ കഴിയാത്ത അവസ്ഥയുണ്ട്. സഹോദരിയും സഹോദരിയുടെ ഭർത്താവും ഇവർ രണ്ടുപേരുമാണ് ശ്രീജേഷിന് ഉള്ള ഏറ്റവും അടുത്ത ബന്ധുക്കൾ എന്ന് പറയുന്നത്. ഇവർ രണ്ടുപേരും വിദേശത്തായിരുന്നു. അവർ അവിടുന്ന് ഈ ശ്രീജേഷിന്റെ മൃതദേഹം എത്തിയതിനു ശേഷമാണ് എത്തിയത്. അവർ കൂടി മൃതദേഹം കണ്ട ശേഷമാണ് സഹോദരിയുടെ വീട്ടിൽ നിന്നും ഇടവയിലുള്ള ശ്രീജേഷിന്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നത്. ഇവിടെ ഈ ശ്രീജേഷിനെ കിടത്തിയിരിക്കുന്ന ഒരു സ്ഥലമുണ്ട്. ആ സ്ഥലം എന്ന് പറയുന്നത് ശ്രീജേഷ് ഒരു വീടുണ്ടാക്കാനായി 3 വർഷം മുൻപ് കെട്ടിയിട്ട ഒരു തറയാണ്. സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ തുടർന്ന് പിന്നീട് വീട് പണി അങ്ങ് മുടങ്ങിപ്പോയി. ഒടുവിൽ എന്തായാലും ആ തറയിൽ നിന്നും ശ്രീജേഷ് മടങ്ങുന്നത് തന്റെ അമ്മയ്ക്ക് സമീപത്തായി യിലേക്കാണ്. വളരെ സങ്കടകരമായ കാഴ്ചയാണ് രാവിലെ മുതൽ ഇവിടെയുള്ളത്. ശ്രീജേഷിന്റെ അച്ഛൻ ഈ അമ്മ മരിച്ചിട്ട് ഏകദേശം 10 വർഷത്തോളം ആകുന്നു. അമ്മയുടെ മരണശേഷം മാനസികമായി ചില ബുദ്ധിമുട്ടുകളൊക്കെ നേരിടുന്ന ആളായിരുന്നു അച്ഛൻ. 3 വർഷങ്ങൾക്ക് മുൻപ് അച്ഛനെ വീട്ടിൽ നിന്നും കാണാതാവുന്ന അവസ്ഥയുണ്ടായിരുന്നു. അങ്ങനെ എല്ലാം കൊണ്ടും വളരെ സങ്കടകരമായ ഒരു അവസ്ഥയാണ് ഈ വീട്ടിലുള്ളത്. നേരത്തെ ഈ മൃതദേഹം ഈ എംബാം ചെയ്ത് വന്ന മൃതദേഹമാണ്. മാത്രമല്ല ഇങ്ങനെ ഒരു അപകടത്തിൽപ്പെട്ട് മരിച്ചതാണ്. അതിനാൽ തന്നെ മൃതദേഹം പൊതുദർശനത്തിനായി ഈ കൊണ്ടുവന്ന പെട്ടിയിൽ നിന്നും തുറക്കണോ, ആളുകളെ കാണിക്കണോ എന്നുള്ള ഒരു ആവശ്യം ഉയർന്നിരുന്നു. അതിനെ തുടർന്ന് പിന്നീട് പോലീസ് ഉദ്യോഗസ്ഥരും അതോടൊപ്പം തന്നെ ഡോക്ടർമാരും എല്ലാം പരിശോധിച്ച് ഉറപ്പുവരുത്തിയ ശേഷമാണ് തഹസിൽദാർ ഈ മൃതദേഹം പുറത്തെടുത്ത് കാണിക്കാൻ സമ്മതിച്ചത്. എന്തായാലും ഇപ്പോൾ മൃതദേഹം ആളുകൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ അല്പസമയങ്ങൾക്കകം തന്നെ ശ്രീജേഷ് യാത്രയാകും. ശ്രീജേഷ് ഒരുപാട് നടന്ന സ്ഥലങ്ങളൊക്കെയാണ്. ശ്രീജേഷിന് ഒരുപാട് ബന്ധമുണ്ടായിരുന്ന സ്ഥലമാണ്. ശ്രീജേഷിന് സ്വന്തം നാടാണ്. 7 വർഷമായി ഇപ്പോൾ പ്രവാസ ജീവിതമാണ് എങ്കിൽ കൂടി ഇടയ്ക്കിടയ്ക്ക് വന്നു പോകുന്ന ഒരാളായിരുന്നു. അതിനാൽ തന്നെ ഇവിടെയുള്ള ആളുകളുമൊക്കെയായി നല്ല ബന്ധമുണ്ട്. പക്ഷേ ശ്രീജേഷിന്റെ ഒരുപാട് ആഗ്രഹങ്ങൾ ശ്രീജേഷിന്റെ സുഹൃത്തുക്കളൊക്കെ ഇങ്ങനെ നമ്മളോട് സംസാരിക്കുമ്പോൾ പറയുന്നുണ്ടായിരുന്നു. വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ കല്യാണമൊന്നും അങ്ങ് ശരിയാകുന്നില്ല. ഒരു വീട് ഇല്ലാത്തതിനാലാണ് അതൊന്നും ശരിയാവാതെ വരുന്നത്. ഈ പോയിട്ടുള്ള വരവിൽ കുവൈറ്റിന് പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഒരു വീട് പണിയണം എന്നുള്ളതായിരുന്നു ശ്രീജേഷിന്റെ ഏറ്റവും വലിയ ആഗ്രഹം. പക്ഷെ അതൊന്നും പൂർത്തീകരിക്കാതെയാണ് ഇപ്പോൾ ശ്രീജേഷ് വീട് വാങ്ങുന്നത്. സംസ്കാര ചടങ്ങുകൾ അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുകയാണ്. പൂജ, ശ്രീജേഷിന്റെ സംസ്കാര ചടങ്ങുകൾ അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുകയാണ്. സഹോദരിയും ഭർത്താവും വിദേശത്തായിരുന്നു. അവരും എത്തിയിട്ടുണ്ട്. അതിനുശേഷമാണ് ഈ സംസ്കാര ചടങ്ങുകൾ അവസാന ഘട്ടത്തിലേക്ക് ഇപ്പോൾ കടക്കുന്നത്. ഇപ്പോൾ അമൽ പറഞ്ഞതുപോലെ തന്നെ ഒരു വീട് എന്നൊരു വലിയ സ്വപ്നം അത് ശ്രീജേഷിനുണ്ടായിരുന്നു. ഇനി വരുന്ന വരവിൽ ആ വീടിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും മുന്നോട്ട് നീക്കാൻ അത് പൂർത്തീകരിക്കണം എന്നുള്ള വലിയൊരാഗ്രഹം ഉള്ളിൽ കൊണ്ട് നടന്ന, അതിനുവേണ്ടി അധ്വാനിച്ച ഒരാൾ കൂടിയായിരുന്നു ശ്രീജേഷ്. അതിനിടയിലാണ് അത് പൂർത്തീകരിക്കാനാകാതെയാണ് ഇങ്ങനെ ഒരു ദുരന്തം ശ്രീജേഷിനെയും കുടുംബത്തെയും തേടിയെത്തിയത്. സ്വന്തമായൊരു വീടുയർത്തി നല്ലൊരു ജീവിതം മുന്നിലേക്ക് നയിക്കാൻ, പ്രിയപ്പെട്ടവരോടൊപ്പം ആ പുതിയ വീട്ടിൽ താമസിക്കാൻ ഒരുപാട് ആഗ്രഹിച്ച ഒരു ആളായിരുന്നു ശ്രീജേഷ്. സംസ്കാര ചടങ്ങുകൾ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഈ രീതിയിൽ ഓരോ സ്വപ്നങ്ങളുമായി മറ്റവരെയെല്ലാം വിട്ട് മറ്റൊരു നാട്ടിൽ ചെന്ന് ആ രീതിയിൽ അധ്വാനിച്ച് മുന്നേറി തങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വേണ്ടി കഠിന പ്രയത്നം ചെയ്തവരാണ് പെട്ടെന്ന് ഇങ്ങനെ ഒരു ദുരന്തത്തിൽ ഇല്ലാതായത്. ഓരോരുത്തരുടെയും ജീവിതം കേൾക്കുമ്പോൾ നമ്മൾക്ക് അത്രത്തോളം സങ്കടം തോന്നും. ഒരുപാട് സ്വപ്നങ്ങളും പ്രതീക്ഷകളും എല്ലാം അവർക്കുണ്ടായിരുന്നു. പകുതി വഴിയിൽ വെച്ച് അവയെല്ലാം അവസാനിക്കുന്നു. അവരെ ഉറ്റവർക്ക് നഷ്ടപ്പെടുന്നു. ഓരോ വീട്ടിലെയും കാഴ്ച നമ്മൾക്ക് അത്രത്തോളം കണ്ടു നിൽക്കാൻ സാധിക്കാത്തതാണ്. ഇപ്പോൾ ശ്രീജേഷ് തങ്കപ്പൻ്റെ വർക്കലയിലെ ശ്രീജേഷിൻ്റെ വീട്ടിൽ കർമ്മങ്ങളെല്ലാം അവസാന ഘട്ടത്തിലേക്കാണ്.